ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രൂട്ടൽ ആക്ഷൻ ചിത്രം എന്ന പേര് നേടിയ മാർക്കോ, മലയാളികളുടെ പ്രിയപ്പെട്ട മാർക്കോ എന്ന ചിത്രം, ഉണ്ണിമുകുന്ദൻ നായകനായി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രം, ഷെരീഫ് മുഹമ്മദിന്റെ നിർമ്മാണത്തിലെത്തിയ ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച മാർക്കോ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിലാണ് മാർക്കോ ലോകത്താകമാനം തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് വേണ്ടി, ഏജ് റെസ്ട്രിക്ഷൻ മൂലം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാർക്കോ OTTയിൽ എത്തുന്നത് ഫെബ്രുവരി 14 സോണി ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ ലോകത്താകമാനം എല്ലാ ഭാഷയിലുമായിട്ട് OTTയിൽ എത്തുകയാണ്. ഹിന്ദി ഒഴികെ ബാക്കി എല്ലാ ഭാഷയിലും OTTയിൽ ഫെബ്രുവരി 14 സോണി ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ എത്തുകയാണ്. 100 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ റേറ്റഡ് മലയാളം മൂവി എന്നുള്ള പ്രത്യേകതയും കൂടിയിട്ടാണ് മാർക്കോ എത്തിയിരുന്നത്. ഉണ്ണിമുകുന്ദന്റെ രണ്ടാമത് 100 കോടി ക്ലബിൽ കയറുന്ന ചിത്രവും കൂടിയാണ് മാർക്കോ. ആദ്യം മാളികപ്പുറമായിരുന്നു. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിലെത്തിയ മാർക്കോ, ഹനീഫ് അദേനി എന്ന സംവിധായകന്റെ ആദ്യ 100 കോടി ചിത്രം എന്ന പ്രത്യേകതയുമായിട്ടാണ് മാർക്കോ എത്തിയത്. മാർക്കോ ഇനി സെക്കൻഡ് തേർഡ് ഒരു ഫ്രാഞ്ചൈസി പോലെ സീരീസ് ആയിട്ട് മാർക്കോ വരും എന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മാർക്കോ 2 ഓൾറെഡി അതിന്റെ പണിപ്പുരയിൽ വൈകാതെ തന്നെ ഇവർ രണ്ടുപേരുടെയും, ഉണ്ണിമുകുന്ദന്റെയും ഹനീഫ് അദേനിയുടെയും ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാർക്കോയുടെ സെക്കൻഡ് പാർട്ടിന്റെ ചർച്ചകളും കാര്യങ്ങളും ആരംഭിക്കും എന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലും ഇന്ത്യയിലും അടക്കം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നേടിയ, ബ്രൂട്ടൽ ആക്ഷൻ മൂവി എന്ന അപ്രിസിയേഷൻ നേടിയ മാർക്കോയുടെ ഗംഭീര വിജയത്തിന് ശേഷം ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രവും ഏറ്റവും അടുത്ത ദിവസം തന്നെ റിലീസ് ഉണ്ട്. എന്തായാലും മാർക്കോ 100 കോടിയും കടന്ന് ഏകദേശം 108 കോടിക്കടുത്ത് ഇപ്പോൾ മാർക്കോ ഒഫീഷ്യലായിട്ട് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ജനുവരി 31 മാർക്കോയുടെ കന്നഡ വേർഷനും റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഫെബ്രുവരി 14 സോണി ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ എത്തുകയാണ്. അൺകട്ട് വേർഷൻ ആയിരിക്കുമോ എത്തുക എന്നുള്ളതിൽ ഇതുവരെ ഒരു കൺഫർമേഷനും നിർമ്മാതാക്കൾ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് റിലീസ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, തിയേറ്ററിൽ കാണാൻ പറ്റാത്ത പല രംഗങ്ങളും OTTയിൽ കാണാൻ പറ്റും, റിയാസ് ഖാന്റെ സീൻസുകളൊക്കെ OTTയിൽ കാണാൻ പറ്റും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എത്തരത്തിൽ ആ സീനുകളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം നല്ല രീതിയിൽ ഏജ് റെസ്ട്രിക്ഷൻ ഉള്ള ചിത്രമാണ്. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഏജ് റെസ്ട്രിക്ഷൻ നേരിട്ടൊരു ചിത്രമാണ് മാർക്കോ. കാരണം അത്രക്കും ബ്രൂട്ടൽ വയലൻസ് സീക്വൻസുകളൊക്കെ ഉള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും കട്ട് ചെയ്ത ആ ഇന്റൻസ് രംഗങ്ങൾ OTTയിലും ഉൾപ്പെടുത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അല്ലെങ്കിൽ OTT റിലീസിനോടനുബന്ധിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ വന്നാലേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ.